നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒക്ടോബർ 7 ഇസ്രായേലിലോട്ട് അതിക്രമിച്ചു കയറി ഇസ്രായേലി പൗരന്മാരെ തടവിലാക്കി കൊണ്ടുപോവുകയും നിരവധി ആളുകളെ കൊല്ലുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്ത വാർത്ത വളരെ നടുക്കത്തോടെയാണ് ലോകം കണ്ടത്. 2 വർഷത്തോളം നീണ്ടുനിന്ന യുദ്ധത്തിന് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഒരു സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ കുറച്ചെങ്കിലും ഒരു ഫലപ്രാപ്തി കണ്ടത്. ഇപ്പോഴും ഗാസയിലുടനീളം ചെറുതും വലുതുമായിട്ടുള്ള വെടിവെപ്പുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പോര് വീണ്ടും മൂർധന്യാവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ വളരെ നടുക്കുന്ന കണ്ടെത്തലുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഗാസ മുനമ്പിൽ ഹമാസിന്റെ ഏറ്റവും വലിയ തുരങ്കം കണ്ടെത്തിയതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചിരിക്കുന്നു. 7 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന തുരങ്കമാണ് IDF കണ്ടെത്തിയിരിക്കുന്നത്. 25 മീറ്റർ ആഴവും 80 മുറികളും തുരങ്കത്തിനകത്തുണ്ടെന്നും IDF അറിയിച്ചു. തുരങ്കത്തിന്റെ വീഡിയോയും IDF അവരുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. തിരക്കേറിയ റഫാഹ് പ്രദേശത്തിന് അടിയിലൂടെയും UNRWAയുടെ അതായത് പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള UN ഏജൻസി കോമ്പൗണ്ട്, പള്ളികൾ, ക്ലിനിക്കുകൾ, കിൻഡർ ഗാർട്ടനുകൾ എന്നിവയിലൂടെയാണ് തുരങ്കം കടന്നുപോകുന്നത്. 2014 ഇസ്രായേൽ ഹമാസ് യുദ്ധകാലത്ത് ഗാസയിൽ വെച്ച് കൊല്ലപ്പെട്ട ലഫ്റ്റനന്റ് ഹാദർ ഗോൾഡിന്റെ മൃതദേഹം അടുത്തിടെ തീവ്രവാദ ഗ്രൂപ്പ് സൂക്ഷിച്ചിരുന്നതും ഈ തുരങ്കത്തിലായിരുന്നു. ഈ മാസം 9 ഗോൾഡിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ ഇസ്രായേലിന് കൈമാറുകയും ചെയ്തിരുന്നു. 2014 ഹമാസും ഇസ്രായേലും നടന്ന യുദ്ധത്തിന്റെ അവസാന നാളുകളിലാണ് ഗോൾഡിൻ കൊല്ലപ്പെട്ടത്. ആയുധങ്ങൾ സൂക്ഷിക്കാനും ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാനുമാണ് ഹമാസ് കമാൻഡർമാർ ഈ തുരങ്കം ഉപയോഗിച്ചിരുന്നത്. എലൈറ്റ് യാഹലോം കോമ്പാക്ട് എഞ്ചിനീയറിംഗ് യൂണിറ്റും ഷൈറ്റൈറ്റ് 13 നേവൽ കമാൻഡോ യൂണിറ്റും ചേർന്നാണ് തുരങ്കം കണ്ടെത്തിയത്. കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് മുഹമ്മദ് സിൻവാറിനൊപ്പം മെയിൽ വധിച്ച മുഹമ്മദ് ഷബാന അടക്കമുള്ള മുതിർന്ന ഹമാസ് കമാൻഡർമാരുടെ കമാൻഡ് പോസ്റ്റുകളായി ഉപയോഗിച്ചിരുന്ന മുറികളും സൈന്യം കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം ലഫ്റ്റനന്റ് ഹാദർ ഗോൾഡിന്റെ മരണം ശരിയാണോ എന്ന് ഉറപ്പിക്കാൻ സഹായിച്ച ഹമാസ് തീവ്രവാദി മർവാൻ അൽ ഹംസിനെ അറസ്റ്റ് ചെയ്തതായും ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഗോൾഡിനെ റഫായിലെ വൈറ്റ് ക്രൗൺ എന്ന തുരങ്കത്തിൽ എവിടെയാണ് അടക്കം ചെയ്തതെന്നും അയാൾക്ക് അറിയാമായിരുന്നിരിക്കാമെന്നും IDF സംശയിക്കുന്നുണ്ട്. ഗോൾഡിന്റെ മൃതദേഹാവശിഷ്ടങ്ങളുള്ള തുരങ്കത്തിന്റെ വീഡിയോ ഇസ്രായേൽ പ്രതിരോധ സേന എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വലിയ ജനസാന്ദ്രതയുള്ള റാഫയ്ക്ക് കീഴിലൂടെയാണ് തുരങ്കം കടന്നുപോകുന്നത്. UNന്റെ പാലസ്തീൻ അഭയാർത്ഥി ക്യാമ്പ്, വളപ്പ്, മോസ്കുകൾ, ക്ലിനിക്കുകൾ, കിൻഡർ ഗാർട്ടൻ എന്നിവയെല്ലാം ഈ സ്ഥലത്തുണ്ട്. ആയുധങ്ങൾ സൂക്ഷിക്കാനും ആക്രമണം പ്ലാൻ ചെയ്യാനും തുരങ്കം ഹമാസ് ഉപയോഗിച്ചിരുന്നതായിട്ടാണ് ഇസ്രായേലിന്റെ കണ്ടെത്തൽ. മെയ് മാസത്തിൽ ഹമാസ് നേതാവ് മുഹമ്മദ് സിൻവാറിനൊപ്പം കൊല്ലപ്പെട്ട മുഹമ്മദ് ഷബാന ഉൾപ്പെടെയുള്ള മുതിർന്ന ഹമാസ് കമാൻഡർമാർ കമാൻഡ് പോസ്റ്റുകളുമായി ഉപയോഗിച്ചിരുന്ന മുറികളും സൈന്യം കണ്ടെത്തി. എക്സിലെ ഒരു പ്രത്യേക പോസ്റ്റിൽ ലഫ്റ്റനന്റ് ഹദർ ഗോൾഡിന്റെ മരണം നിർണ്ണയിക്കുന്നതിൽ ഉൾപ്പെട്ട ഒരു ഹമാസ് ഭീകരൻ മർവാൻ അൽ ഹമാദിനെ അറസ്റ്റ് ചെയ്തതായി IDF പറഞ്ഞു. റഫയിലെ വൈറ്റ് ക്രൗൺ ടണലിൽ ലഫ്റ്റനന്റ് ഗോൾഡിന്റെ ശവസംസ്കാരം നടന്ന സ്ഥലം അൽ ഹാമിന് അറിയാമായിരുന്നുവെന്നും IDF സംശയിക്കുന്നു. ലഫ്റ്റനന്റ് ഹദർ ഗോൾഡിനെ വീണ്ടെടുക്കുന്നതിനും ഇസ്രായേലിൽ സംസ്കരിക്കുന്നതിനായി അദ്ദേഹത്തെ തിരികെ നൽകുന്നതിനുമായി കഴിഞ്ഞ 6 മാസത്തിനിടെ നടത്തിയ ഡസൻ കണക്കിന് രഹസ്യ പ്രവർത്തനങ്ങളാണ് നടത്തിയത്. 2023 ഒക്ടോബറിൽ ആരംഭിച്ച ഗാസ യുദ്ധത്തിൽ നിന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളിൽ വ്യാഴാഴ്ച തെക്കൻ ഗാസ മുനമ്പിലെ ഖാൻ യൂനീസിൽ ഇസ്രായേലി വ്യോമാക്രമണങ്ങളിലും 5 പേർ കൊല്ലപ്പെടുകയും 18 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഖാൻ യൂനീസിന് കിഴക്കുള്ള ബാനി സുഹൈല പട്ടണത്തിലെ ഒരു വീടിന് നേരെയുണ്ടായ ഒരു ആക്രമണത്തിലും ഒരു പെൺകുഞ്ഞുൾപ്പെടെ 3 പേർ കൊല്ലപ്പെടുകയും 15 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഡോക്ടർമാർ റിപ്പോർട്ട് ചെയ്തു. അടുത്തുള്ള അബാസഡ് നഗര പട്ടണത്തിൽ മറ്റൊരു ആക്രമണത്തിലും ഒരാൾ കൊല്ലപ്പെടുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 6 ആഴ്ച പഴക്കമുള്ള വർദ്ധിച്ചു വരുന്ന ദുർബലമായ ഒരു വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് ഹമാസും ഇസ്രായേലും പരസ്പരം ആരോപിച്ചതിനെ തുടർന്നാണ് വ്യോമാക്രമണം നടന്നത്. 2023 ഒക്ടോബർ 7 തെക്കൻ ഇസ്രായേലിനെതിരായ ആക്രമണത്തിൽ ഹമാസിന്റെ നേതൃത്വത്തിലുള്ള തീവ്രവാദികൾ 1200 പേരെ കൊല്ലുകയും 251 പേരെ ബന്ദികളാക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ഗാസയിൽ യുദ്ധം ആരംഭിച്ചത്. ഇസ്രായേലിലെ പ്രതികാര ആക്രമണത്തിൽ 69,000-ലധികം പാലസ്തീനികൾ കൊല്ലപ്പെട്ടു. അവരിൽ ഭൂരിഭാഗവും സാധാരണക്കാരാണെന്ന് ഗാസയിലെ ആരോഗ്യ ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതേസമയം എന്താണ് ഇസ്രായേൽ ഗാസ സംഘർഷത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത് പരിശോധിച്ചാൽ
വെടിനിർത്തലിന്റെ ഭാവി അനിശ്ചിതത്വത്തിലാക്കി ഗാസയിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ 5 പേർ കൂടി കൊല്ലപ്പെട്ടു. ഖാൻ യൂനിസിൽ ഇന്നലെ നടത്തിയ 2 ആക്രമണങ്ങളിൽ ഒരു കുഞ്ഞുൾപ്പെടെ 5 പേരാണ് കൊല്ലപ്പെട്ടത്. 2 ദിവസത്തിനിടെ കൊല്ലപ്പെട്ട പാലസ്തീനികളുടെ എണ്ണം 35ആയി. അധിനിവേശിച്ച വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങളിൽ നടന്ന അതിക്രമങ്ങളിലും നിരവധി പേർക്ക് പരിക്കേറ്റു. ഒക്ടോബർ 10-ന് വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണങ്ങളാണ് ഇസ്രായേൽ സേന നടത്തിയത്. ഗാസ വെടിനിർത്തലിന്റെ ഭാവി പ്രതിസന്ധിയിലാക്കുന്ന രീതിയിൽ യെല്ലോ ലൈൻ മറികടന്നുള്ള ഇസ്രായേൽ ആക്രമണം ഉടൻ അമർച്ച ചെയ്യണമെന്ന് ഹമാസ് മധ്യസ്ഥ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു. ഖാൻ യൂനിസിൽ ഇസ്രായേൽ സൈനികർക്ക് നേരെ വെടിവെപ്പുണ്ടായെന്ന ആരോപണവും ഹമാസ് തള്ളി. അധിനിവേശിച്ച വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങളിൽ ജൂത കുടിയേറ്റക്കാരും ഇസ്രായേൽ സുരക്ഷാ സേനയും പലസ്തീനികൾക്ക് നേരെ ഇന്നലെയും അതിക്രമം തുടർന്നു. നബുലസ് പട്ടണത്തിൽ ഹുവാറ, റാമല്ല എന്നിവിടങ്ങളിലും നിരവധി പലസ്തീനികൾക്ക് പരിക്കേറ്റു. ഗാസയിൽ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെടുക്കാനുള്ള ശ്രമം നാളെ ആരംഭിക്കുമെന്നും സിവിൽ ഡിഫൻസ് വിഭാഗം റെഡ് ക്രോസ് സംഘവും അറിയിച്ചിരുന്നു. 10,000 പേരുടെ മൃതദേഹങ്ങളെങ്കിലും ഇങ്ങനെ കണ്ടെത്താനുണ്ടെന്നാണ് വിലയിരുത്തൽ. 2 വർഷം നീണ്ട ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ എണ്ണവും 19,000 കടന്നതായി പാലസ്തീനി NGO നെറ്റ്വർക്ക് വെളിപ്പെടുത്തി. ഇസ്രായേൽ പ്രതിരോധ സേനയുടെ എഹലോം കോമ്പാക്ട് എഞ്ചിനീയറിംഗ് യൂണിറ്റ്, ഷൈറ്റ് 13 നാവിക കമാൻഡോ യൂണിറ്റ് എന്നിവയുൾപ്പെടെയുള്ള എലൈറ്റ് IDF യൂണിറ്റുകളാണ് ഈ കൂറ്റൻ തുരങ്കം കണ്ടെത്തിയത്. ലഫ്റ്റനന്റ് ഹദർ ഗോൾഡിന്റെ മൃതദേഹം സൂക്ഷിച്ചിരുന്ന സ്ഥലം എന്ന നിലയിൽ ഈ തുരങ്കത്തിന് ചരിത്ര പ്രാധാന്യമുണ്ട്. ഈ മാസം ആദ്യം ഇസ്രായേലിനെ തിരികെ നൽകുന്നതുവരെ അദ്ദേഹത്തിന്റെ മൃതദേഹം 11 വർഷത്തിലേറെയായി ഹമാസിന്റെ കൈവശമായിരുന്നു. ഗോൾഡിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ ശരിയായ സംസ്കാരത്തിനായി വീണ്ടെടുക്കുന്നതിനെ ലക്ഷ്യമിട്ടുള്ള സമീപ മാസങ്ങളിലെ നിരവധി രഹസ്യ ശ്രമങ്ങളുടെ ഭാഗമായി ഇസ്രായേൽ സേന നടത്തിയിരുന്ന നിരവധി ദൗത്യങ്ങളുടെ ഭാഗമായാണ് ഹമാസിന്റെ ഈ കൂറ്റൻ തുരങ്കത്തിന്റെ കണ്ടെത്തലിലേക്ക് നയിച്ചത്. അവിടെ ഇപ്പോഴും അറിയപ്പെടാത്ത അല്ലെങ്കിൽ IDFന്റെ കണ്ടെത്താത്ത നിരവധി കൂറ്റൻ തുരങ്കങ്ങളും ഒരുപക്ഷെ ഉണ്ടാകാം. ഇത്തരത്തിൽ ആശുപത്രികൾ, സ്കൂളുകൾ, പള്ളികൾ എന്നിവയുടെ അടിയിലൂടെ കിലോമീറ്ററുകളോളം വ്യാപിച്ചു കിടക്കുന്ന കൂറ്റൻ തുരങ്കങ്ങളും അതിനിടയിൽ റൂമുകളും മറ്റുള്ള ആവശ്യങ്ങൾക്കുള്ള എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടുള്ള തുരങ്കങ്ങളാണ് ഗാസയുടെ ഭൂമിക്കടിയിൽ കാണാൻ സാധിക്കുന്നത്. ഇസ്രായേൽ ഗാസ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട ആ നാടുകളിലും നിരവധി ഇത്തരത്തിലുള്ള ഭൂഗർഭ തുരങ്കങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ യുദ്ധം അവസാനിച്ച് കുറച്ച് ആഴ്ചകൾ പിന്നിടുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും IDF കണ്ടെത്തിയിട്ടുള്ള വളരെ നീളം കൂടിയ ധാരാളം മുറികളും മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും അടങ്ങിയ ഒരു കൂറ്റൻ തുരങ്കത്തിന്റെ ദൃശ്യം പുറത്തു വരുന്നത്.